കൊണ്ടോട്ടി നേർച്ചയുടെ അവസാന ദിവസമായ ഇന്ന് സ്വാമിമഠം വരവിനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ. 14 വർഷത്തിന് ശേഷം നടത്തുന്ന ഈ നേർച്ച ആയതുകൊണ്ട് ആളുകളൊക്കെ വളരെ ആവേശത്തിലാണ്. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ ഇപ്പോൾ വാഴക്കാളിൽ ഈ നേർച്ച നടത്തുന്ന എൻ്റെ അച്ഛൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. പിന്നീട് അത് എൻ്റെ അച്ഛൻ, ഞങ്ങളുടെ തലമുറ, അനിയന്മാർ, അതേപോലെ തന്നെ പേരക്കുട്ടികളൊക്കെയാണ് ഇപ്രാവശ്യം നടത്തുന്നത്. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചതാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല, കൊണ്ടോട്ടിയിലെ നേർച്ച എന്ന് പറയുമ്പോൾ അത് മതമൈത്രിയുടെ ഒരു ഭാഗം കൂടിയാണ്. എല്ലാ വിഭാഗം ആളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ജാതിമത വ്യത്യാസമില്ലാതെ. അതോടൊപ്പം തന്നെ ഈ കൊണ്ടോട്ടി നേർച്ച അവസാനത്തെ പെട്ടിവർ കൊണ്ടോട്ടി സ്വാമിമഠത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്. എൻ്റെ പിന്നിൽ കാണുന്ന ആളുകൾ ഒക്കെ ഇവിടെ ഇങ്ങനെ വരിയായി റെഡിയായി നിൽക്കുകയാണ്. ഏത് സമയവും ആഘോഷം തുടങ്ങും. എൻ്റെ പേര് ജയപ്രകാശ്. ഞാൻ കുഴപ്പ വാഴക്കാളിൽ തട്ടാൻ കുമാരൻ്റെ പേരക്കുട്ടിയാണ്. എൻ്റെ അച്ഛനായിരുന്നു ഈ നേർച്ച ഇവിടെ നിന്ന് സ്വാമിമഠത്തിൽ നിന്ന് കൊണ്ടുവന്നതിന് തുടക്കം കുറിച്ചത്. അതിന് പിന്നിലുള്ള ഒരു കഥ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ തറവാട്ടിൽ അച്ഛൻ്റെ കാലഘട്ടത്തിൽ കുറേ ആളുകൾക്ക് തലമുതട്ട് എന്നുള്ളൊരു രോഗം പിടിപെടുകയുണ്ടായി. അതായത് വസൂരി, ഇന്നത്തെ നമ്മൾ പറയുന്ന വസൂരി എന്നുള്ള രോഗം. അത് മാറാൻ വളരെയധികം പ്രയാസം അനുഭവിച്ചു വന്നു. പല മരുന്നുകളും കഴിച്ചിട്ടും രോഗം മാറിയില്ല. അങ്ങനെ ഒടുവിൽ അന്നത്തെ സ്ഥാനീയനായിരുന്ന ഇവിടുത്തെ തങ്ങളുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തങ്ങളൊരു ദിവ്യൌഷധം നൽകുകയുണ്ടായി. അത് കഴിച്ചതിന് ശേഷമാണ് ആ രോഗം മാറിയത്. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് കൊണ്ടോട്ടി ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഒരു വെള്ളിക്കൊടി എല്ലാ വർഷവും നടക്കാറുള്ള കൊണ്ടോട്ടി നേർച്ചയിലേക്ക് നേർച്ചയാക്കി. അത് അവസാനത്തെ തട്ടാൻ പെട്ടി വരവായിട്ട് ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ കുമ്പയിൽ കൊണ്ടുപോയി കൊടുക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ആദരസൂചകമായിട്ട് മധുരപലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. തട്ടാൻ പെട്ടി എന്ന് പറയാൻ കാരണം ഇത് തട്ടാന്മാർ നടത്തുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആണോ? അതെ, തട്ടാൻ പെട്ടി എന്ന് വരുന്നത് ഈ നേർച്ച നേരുന്നത് എൻ്റെ അച്ഛൻ ആയിരുന്നു. അതായത് ഞങ്ങളെല്ലാവരും തട്ടാന്മാരായിരുന്നു. അപ്പോൾ ഈ അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട് അവർ തന്ന മരുന്ന് കഴിച്ച് അസുഖം മാറി. അതിൻ്റെ നന്ദി സൂചകമായിട്ട് ഒരു വെള്ളിക്കൊടി, അതായത് തട്ടാന്മാരായതുകൊണ്ട് ഞങ്ങളൊരു വെള്ളിയുടെ കൊടി അവിടേക്ക് നേർച്ചയാക്കി. വർഷങ്ങൾ ഏകദേശം ഒരു 250 വർഷക്കാലത്തെ പഴക്കമാണ് ഇതിന് കാണുന്നത്. അതിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടോട്ടി നേർച്ചയെ കുറിച്ചിട്ട് പെരുമയുടെ നാട്ടുത്സവം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അത് റഹ്മാൻ തങ്ങളായിരുന്നു അതിൻ്റെ ചെയർമാൻ. അതേപോലെ തന്നെ അതിൻ്റെ എഡിറ്റർ സലാം തറമൽ. അതിൽ ഏട്ടി തങ്ങളൊരു ലേഖനം എഴുതിയിട്ടുണ്ട് തട്ടാൻപെട്ടിന്ന്. അതിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ എങ്ങനെയാണ് ഈ നേർച്ച ഉണ്ടായതും എങ്ങനെയാണ് തട്ടാൻപെട്ടി എന്നുള്ള പേര് വന്നതും. അപ്പോൾ ഏതായാലും 14 വർഷം കഴിഞ്ഞ് നടത്തുന്ന ആഘോഷമായതുകൊണ്ട് കൂടുതൽ സന്തോഷത്തിലായിരിക്കും എല്ലാവരും. തീർച്ചയായിട്ടും. മാത്രമല്ല തലമുറ മാറ്റം തന്നെ വരുന്നുണ്ട്. ഞാനൊക്കെ അന്ന് ചെറിയ കുട്ടിയുടെ പുറകിൽ നിന്നാണ്. ഇന്ന് 10-15 വയസ്സുള്ളവർക്കൊന്നും ഇത് അറിയില്ല. അതായത് എൻ്റെ മോന് പോലും അന്ന് 1ാം ക്ലാസ് പഠിക്കാം. മോനിപ്പോൾ 20 വയസ്സാണ്. അവന് ചെറിയൊരു ഓർമ്മയുള്ളൂ. ഇപ്പം അതിൻ്റെ ഇതിൽ പങ്കാളിയാവാനുള്ള ആ ഒരു സന്തോഷവും ആവേശം കുട്ടികൾക്കും. മാത്രമല്ല ഈ പ്രാവശ്യം ഞങ്ങളുടെ തറവാട്ടിൽ സാധാരണ സ്ത്രീകൾ ഇതിൻ്റെ കൂടെ പോരാറില്ല. ഇപ്രാവശ്യം സ്ത്രീകളടക്കാണ് ഇതിലേക്ക് പോരുന്നത്. അതുകൊണ്ട് ഇത് ഈ മുന്നിൽ കാണുന്ന കൊടി, വലിയ കൊടി, ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കാറുള്ള കൊടി. എല്ലാം കൂടി വലിയ വെള്ളി നീളമുള്ള അത് പൂർണ്ണമായിട്ടും വെള്ളിയാണ്. 1 കിലോ 800 ഗ്രാമാണ് അതിൻ്റെ തൂക്കം. അത് എല്ലാ വർഷവും ഇങ്ങനെ കൊടുത്ത എല്ലാ ചെറിയ കൊടികളെല്ലാം കൂടി ചേർത്ത് ഒന്നിച്ച് ഒരു വലിയ കൊടിയാക്കി മാറ്റിയതാണ്. ആ കൊടി ഒന്നിങ്ങനെ തിരിച്ചാൽ ആ കൊടി ഒന്ന് തിരിച്ചാൽ വെള്ളിക്കൊടി ഇങ്ങോട്ട് തിരിച്ച ഈ സൈഡിലേക്ക്. അല്ല, ഇത് ചെറുത് ഉണ്ടാക്കിയത്. വർഷങ്ങളായിട്ട് ഇങ്ങനെ കൊടുത്തെല്ലാം കൂടി ചേർത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്.
ഇവിടുത്തെ ഇപ്പോൾ ഉള്ള തറവാട്ടിലെ പേരമക്കളിൽ ഏറ്റവും ഇളയ സന്തതിയാണ്. എൻ്റെ അച്ഛച്ചന്മാരും പാപ്പന്മാരും വല്യച്ഛന്മാരും അച്ഛന്മാരൊക്കെ ഏറ്റെടുത്ത് വന്നിട്ടുള്ള തട്ടാമ്പെട്ടി വരവാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നേർച്ചയുടെ 5ാമത്തെ ദിവസമായിട്ടുള്ള ലാസ്റ്റ് ദിവസം അന്നാണ് തട്ടാമ്പെട്ടി വരവ് ഉണ്ടാവാറ്. അന്ന് രാവിലെയോടെ തട്ടാമ്പെട്ടി വരവ് കഴിഞ്ഞ് കൊമ്പയ്ക്ക് പോകുമ്പോൾ ചന്ദന വരവല്ലേ, അത് ചന്ദനമെടുക്കൽ കഴിഞ്ഞിട്ടാണ് നേർച്ച അവസാനിക്കുന്നത്. ഇങ്ങനെ സ്ത്രീകളായിട്ട് ജാഥയിൽ പോകുന്ന ആദ്യമായിട്ടാണ്. പക്ഷേ ഇതിൻ്റെ മുന്നേ വിട്ടുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ചെറിയ കുട്ടിയാണ്, 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പം ഞാൻ PG കഴിഞ്ഞു. അതെ, അത് കാണാനുള്ള എക്സൈറ്റ്മെന്റ്. ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ തന്നെയായിരുന്നു. 12 മണി 2 മണി വരെ ഇവിടെ തന്നെയായിരുന്നു. താങ്ക് യു. തങ്ങളെ വരവേൽക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. വരവ് ഇത് അവസാനമായിട്ട് ഇവിടെ കുബ്ബയിൽ വന്നിട്ടാണ് അവസാനിക്കുക. ഒന്നുള്ളിലേക്ക് എന്നിട്ട് പുറത്തേക്ക് ഇവിടെ തിരക്കൊക്കെ ഏകദേശം ഒഴിഞ്ഞു.
കൊണ്ടോട്ടി നേർച്ചയുടെ ഈ വർഷത്തെ എല്ലാ പരിപാടികളും ഏകദേശം സമാപിച്ച മാതിരിയാണ്. സ്വാമിമഠം വരവ് ഇവിടെ കുമ്പയിലെത്തി തങ്ങൾ സ്വീകരിച്ചു. തങ്ങളും കുതിരയൊക്കെ തിരിച്ചുപോയി. ഇനി ആളുകളിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.